വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളെല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്, അതായത് ബീഫ് ബിരിയാണി. അപ്പൊ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓൾറെഡി മട്ടൻ ബിരിയാണി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ സെയിം റെസിപ്പി തന്നെയാണ് ഞാൻ ബീഫ് വെച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഞാൻ പലരോരടുത്തും കമന്റ്സിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതിയെന്ന്. പക്ഷെ അനുസരിച്ച് ചെയ്യണമെന്ന് നിർബന്ധം പറയുന്നതുകൊണ്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതേസമയം നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ ബിരിയാണി വീണാസ് കറികളിൽ തയ്യാറാക്കിയിരിക്കുന്ന എല്ലാ ബിരിയാണിയുടെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഓരോന്നും സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബീഫ് ബിരിയാണി തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഫ്രഷ് ബീഫാണ്. മീഡിയം സൈസ് പീസസ് ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കഷ്ണങ്ങളുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതോ വലുതോ ആക്കി മാറ്റാം. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കുക്കർ ഇല്ലെങ്കിലും സാധാരണ കടായിൽ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കർ ഉപയോഗിക്കാം. അതിലോട്ട് നമുക്ക് ബീഫിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, 1/2 ടീസ്പൂൺ മാത്രം മതിയാകും. പിന്നെ മസാലയിലേക്ക് പിന്നെ നമ്മൾ വീണ്ടും എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണിയൊക്കെ ആകുമ്പോൾ എരിവ് കുറവ് മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല. ഇപ്പോൾ ഗരം മസാല ഇല്ലെങ്കിൽ ബിരിയാണി മസാല ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. നമുക്ക് ആദ്യം തന്നെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മുക. ഓക്കെ, ഇനി അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീഫിൽ നിന്ന് തന്നെ നന്നായി വെള്ളം ഇറങ്ങി വന്നോളും. എന്നാൽ പോലും റിസ്ക് എടുക്കേണ്ട. അതുകൊണ്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം 2 വിസിൽ കൊടുത്ത് നോക്കാം. എന്നിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്ന ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. പക്ഷേ അതേസമയം ഇപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കിംഗ് ടൈം നിങ്ങളുടെ ബീഫിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. ബീഫ് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടി മസാല റെഡിയാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ടൊരു അടികട്ടിയുള്ള കടായി അടുപ്പത്ത് വെക്കുക. ഇതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നെയ്യില്ലെങ്കിൽ വനസ്പതി ഉപയോഗിച്ചാലും മതി, അല്ലെങ്കിൽ ഓയിലാണെങ്കിലും കുഴപ്പമില്ല. നെയ്യിൽ ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും. ഞാൻ 2 ടീസ്പൂൺ നെയ്യ്, ഉരുക്കാത്ത നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഉരുകി വരട്ടെ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനിവിടെ 20 ചെറിയുള്ളി വളരെ നൈസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ഒഴിവാക്കാം കേട്ടോ. പക്ഷേ ബിരിയാണിയിൽ ചെറിയുള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാൻ 20 ചെറിയുള്ളി ഈ നെയ്യിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയുള്ളി ഇല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന സവാളയുടെ എണ്ണം കൂട്ടി കൊടുത്താൽ മതി, ചെറിയുള്ളി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് വാടി വരട്ടെ. അതിനുശേഷം നമുക്ക് സവാളയുടെ കൂട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാള, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ കൂട്ടാണ്. ഞാൻ എത്ര ചേർത്തു എന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 മീഡിയം സവാള, 10 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഇതെല്ലാം ഒരു ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇതിലോട്ട് നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ നൈസാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്താലും മതി. ഇത് നന്നായിട്ട് ഗോൾഡ് കളർ വരുന്ന വരെ ഇത് വഴറ്റി കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതിയാകും. നമ്മുടെ സവാള വഴണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം നെയ്യ് കൂടുതലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. ഒന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ കളർ ആവാനുണ്ട്. അതുവരെ ഒന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ ബിരിയാണി ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കുന്നത് ഈ സവാള വഴറ്റാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം ചെറിയൊരു ഗോൾഡ് കളറിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്കൊരു 15 മിനിറ്റ് മേലെ എടുത്തു കേട്ടോ ഈ കളറായി വരാൻ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇനി നമുക്ക് തീ കുറയ്ക്കണം. ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടേ പൊടികൾ ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും. 1/2 ടീസ്പൂൺ മുളക് പൊടി എക്സ്ട്രാ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വേണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ എക്സ്ട്രാ എണ്ണം കൂട്ടി കൊടുത്താലും മതി കേട്ടോ. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നത് 1/2 ടീസ്പൂൺ ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല. ഞാനിവിടെ ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണി മസാല എങ്ങനെ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ലിങ്ക് തരാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. അല്ലെങ്കിൽ ഗരം മസാല ആയാലും മതി. 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മസാലകൾ ഇനി വേറെ ഒന്നും വേണ്ട. പലരും ചോദിക്കാറുണ്ട് മല്ലിപ്പൊടി ചേർക്കണമെന്ന്. പക്ഷേ ഞാൻ ബിരിയാണിയിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല. അപ്പോൾ ഇത്രയും മാത്രം ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കും. മഞ്ഞൾപ്പൊടി ഇനി ചേർക്കണ്ട.
നമ്മൾ ബീഫ് വേവിക്കാനിട്ടപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റി ഒരു 2-3 മിനിറ്റ് വഴറ്റുക. അതിനുശേഷം നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് 2 വിസിൽ വന്നതിന് ഓഫ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചൂടൊക്കെ അറിയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1.5 തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിയുള്ള തക്കാളി ആണെങ്കിൽ 1 തക്കാളി മതിയാകും. ഇതിപ്പോൾ വലിയ പുളിയൊന്നും ഇല്ലാത്ത തക്കാളി ആയതുകൊണ്ട് ഞാൻ 1.5 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി ആയിരിക്കും, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഈ തക്കാളി നന്നായി കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലൂടെ ഞാൻ തീ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിക്ക് നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയും പുതിനയിലയാണ്. മല്ലിയിലയും പുതിനയിലയും ചേർക്കുമ്പോൾ പുതിനയില എപ്പോഴും കുറവായിരിക്കണം, മല്ലിയില കുറച്ച് കൂടുതലായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ അതേ 1 പിടി പുതിനയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ നൈസാക്കി അരിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 2 പിടി മല്ലിയില. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇത് രണ്ടും ഇല്ലാതെ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമോയെന്ന്. ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ആ ഫ്ലേവർ വരില്ല. ഇപ്പോഴാണ് ഇങ്ങനെ ഇവിടെ ബിരിയാണി ഉണ്ടാക്കണമെന്നുള്ളൊരു ഫീൽ വരുന്നത് ഇത് ചേർത്തപ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും അതുപോലെ തന്നെ കുറച്ച് സവാളയാണ്. അപ്പോൾ ഒരു 2 കൈപ്പിടി അണ്ടിപ്പരിപ്പും കിസ്മിസും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തിട്ടുള്ളതാണത്. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. 2 സവാളയാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ നൈസാക്കി അരിയുക. അതിനുശേഷം നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡ് കളർ ആവുന്ന സമയത്ത് നമുക്ക് കോരി വെച്ചാൽ മതി ഒരു ടിഷ്യൂ പേപ്പറിൽ. ഒരുപാട് ഗോൾഡ് കളർ ആവാൻ നിൽക്കരുത്, കാരണം പുറത്ത് വെച്ചതിന് ശേഷം അത് കളർ മാറും. അപ്പോൾ ഒരുപാട് ഗോൾഡ് കളർ ആയിക്കഴിഞ്ഞാൽ പുറത്ത് വയ്ക്കുമ്പോഴേക്കും കരിഞ്ഞ ഒരു കളർ വരും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഒരുപാട് ബിരിയാണിയിൽ ഓൾറെഡി അതെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തതെല്ലാം ഈ സ്റ്റെപ്പുകളെല്ലാം. കേരള ചിക്കൻ ദം ബിരിയാണിയുടെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ തൈര്. നല്ല കട്ടയെല്ലാം ഉടച്ചു വെച്ചിരിക്കുന്ന തൈരാണിത്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കട്ട ഉടച്ചിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തരി പോലെ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ കാണും. അത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും കട്ട ഉടയ്ക്കാൻ പറയുന്നത് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കശുവിന് വേണ്ടി പേസ്റ്റ്. അതായത് അണ്ടിപ്പരിപ്പ് കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. അതിൽ അണ്ടിപ്പരിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ബദാം ഉപയോഗിക്കാം, അല്ലെങ്കിൽ കപ്പലണ്ടി ഉപയോഗിക്കാം. അതൊന്നും അല്ലെങ്കിൽ നമുക്ക് കസ്കസ് വാങ്ങിക്കാൻ കിട്ടില്ലേ നാട്ടിലൊക്കെ. ആ കസ്കസ് കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അരച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഒരു റിച്ച്നെസ്സും കിട്ടും നമ്മുടെ ഗ്രേവിക്ക്. അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, പ്രശ്നമൊന്നുമില്ല. അത് ചേർത്തതിന് ശേഷം 5 മിനിറ്റോളം ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് കുക്കാവണം. അതായത് ഇതിന് കുറച്ച് കുക്കിംഗ് ടൈം ആവശ്യമുണ്ട് ഈ അണ്ടിപ്പരിപ്പിനൊക്കെ. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. അപ്പോൾ 5 മിനിറ്റോളം ഇത് നന്നായിട്ട് കുക്കാവട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ വേറൊരു സംഭവം ഞാൻ എല്ലാ ബിരിയാണിയിലും ചേർക്കാറുള്ളതാണ്. കുറച്ച് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിരിക്കുന്ന പൈനാപ്പിളാണ്. അത് നമ്മുടെ ഒരു എന്താ പറയുക സ്പെഷ്യാലിറ്റിയാണ്. വീനാസ് കറിവേളിൻ്റെ ബിരിയാണിയിൽ പൈനാപ്പിൾ ഇല്ലെങ്കിൽ അത് ബിരിയാണി ആവില്ല എന്ന് തമാശയ്ക്ക് എല്ലാവരും പറയാറുണ്ട്. ഞാൻ ഇടാറുണ്ട്, പക്ഷേ അത് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ് ഇടണ്ടാന്ന് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ജാൻചേട്ടൻ പറയാം അതെന്തിനാണ് ഇടാതിരിക്കുന്നത്, ഇട്ടോളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ജാൻചേട്ടൻ്റെ ബലത്തിലാണ് ഞാൻ ഇപ്പോൾ ബിരിയാണിയിൽ പൈനാപ്പിളിൻ്റെ പീസസ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നമുക്കൊരു 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ബീഫ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇച്ചിരിയും കൂടെ വേവാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോൾ ഒരു വിസിലും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഓരോ ബീഫ് അനുസരിച്ചും വേവിൽ മാറ്റം വരുവേ. മസാല നമുക്ക് തൽക്കാലം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബീഫ് റെഡി ആയതിനു ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഈ മസാലയുടെയൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, അതായത് ഉപ്പോ എരിവോ ഒക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കണം. വെജിറ്റേറിയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ മറക്കരുത് കേട്ടോ. എരിവൊക്കെ പാകണം കേട്ടോ. ഉപ്പ് ഇച്ചിരി കുറവാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ ആ ബീഫ് വരുമ്പോൾ ബീഫിൽ ഉപ്പുണ്ടല്ലോ, അപ്പം അതും കൂടെ ചേർക്കുമ്പോൾ ശരിയാവും. എരിവൊക്കെ കറക്റ്റാണ്. 10 പച്ചമുളക് നല്ല പാകമായിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, മതിയാകും. അപ്പോൾ നമുക്കിതങ്ങ് ഓഫ് ചെയ്തിടാം കേട്ടോ. ആ സമയം കൊണ്ട് ഞാനിവിടെ റൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3.5 ഗ്ലാസ് ബസ്മതി റൈസാണ്. ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ജീരകശാല അരിയാണെന്നുണ്ടെങ്കിൽ 4 ഗ്ലാസ്സൊക്കെ വേണ്ടി വരും. അപ്പോൾ 3.5 ഗ്ലാസ് അരി ആദ്യം തന്നെ നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം 20 മിനിറ്റ് സോക്ക് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഒരു വലിയ കുക്കറിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു 10-16 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. 10 ലിറ്ററിൻ്റെ കുക്കറിൽ 3/4 ഭാഗത്തോളം വെള്ളം നിറച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുറച്ച് പെരിഞ്ജീരകവും കൂടി ഇട്ടിട്ട് ഉപ്പും ആവശ്യത്തിന് ഇട്ടതിന് ശേഷം നന്നായി തിളപ്പിക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ ഈ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇട്ടിട്ട് 3/4 വേവാവുന്ന സമയത്ത് അങ്ങ് കോരി ഊറ്റി വെക്കുക.
അപ്പം മുക്കാൽ വേവാവുന്ന സമയത്ത് ഊറ്റി വെച്ചാൽ മാത്രമാണ് ഇതുപോലെ ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഓവറായിട്ട് അങ്ങ് വെന്ത് പോകും നമ്മുടെ ചോറ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2 അരിപ്പയിലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് 3.5 ഗ്ലാസ് അരി. അതെല്ലാം ഞാൻ കേരള ദം ബിരിയാണിയിൽ, ചിക്കൻ ദം ബിരിയാണിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ റെഫർ ചെയ്താൽ മതിയാകും കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 വിസിലാണ് എനിക്ക് വേണ്ടി വന്നിട്ടുള്ളത്. 3 വിസിൽ കഴിഞ്ഞിട്ട് കുറേ നേരം വെച്ചു. ഇതിൻ്റെ പ്രഷർ മാറിയതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മസാലക്കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ബീഫിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇത്രയും വെള്ളം വേണം, എന്നാലാണ് ഈ ഗ്രേവി നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ കറക്റ്റ് ആവുള്ളൂ. മസാലയൊക്കെ പരണ്ട് ഈ ബീഫിലോട്ടൊക്കെ നല്ല രസമായിട്ട് വരണം. അപ്പോൾ നമുക്ക് വീണ്ടും തീ ഓൺ ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് ഒന്ന് പരണ്ട് ഒന്ന് കുറുകി വരണം കേട്ടോ. കുക്കിംഗ് ടൈം ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ കയ്യിൽ കിട്ടുന്ന ബീഫ് അനുസരിച്ചും മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് വേവ് എന്നറിയാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒരുപാട് വറ്റാൻ പാടില്ല ഇതിൻ്റെ ഗ്രേവി. ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇനി ദം ചെയ്ത് ബിരിയാണി റെഡിയാക്കാം. ഈ ഒരു ഗ്രേവി ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഓഫ് ചെയ്യണം കേട്ടോ. ഒരല്പം തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഗ്രേവി ഒന്ന് തിക്കാവും. കാരണം ഇത്രയും ഗ്രേവി ഇല്ലെങ്കിൽ നമ്മൾ ബിരിയാണിയിൽ മസാല എല്ലാം കൂടി ഒന്ന് കുഴഞ്ഞിരിക്കില്ല. അതുകൊണ്ട് ഈ ഒരു പരിവാകുന്ന സമയത്ത് നമുക്കൊന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിനി നമ്മുടെ ബിരിയാണി ദം ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സെയിം കടായിൽ തന്നെയാണ് ദം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഗ്രേവി വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി ഈ കടായി ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമുക്കിനി ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദോശയുടെ തവ ഞാൻ നമ്മുടെ അടുപ്പിൽ വെക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലോട്ടാണ് ദം ചെയ്യാനുള്ള പാത്രം വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട്, നിങ്ങൾ ഏത് പാത്രത്തിലാണോ ദം ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലോട്ട് ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കണം. അതായത് ഇതിൽ അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് തടവി കൊടുക്കാൻ പറയുന്നത്. കൈ വെച്ചിട്ട് തന്നെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കാം. അപ്പം നല്ല ഫ്ലേവറും വരും ബിരിയാണിക്ക്, അടിയിൽ പിടിക്കൂല. നമ്മൾ കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോൾ അറിയാമല്ലോ, വലിയ ചെമ്പിൽ ദം ചെയ്യുമ്പോൾ ഇതിൻ്റെ മേലെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കനലൊക്കെ ഇടാറുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ ദം ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവനിൽ വെച്ചിട്ട് ദം ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ദം ചെയ്തെടുക്കാം. നമ്മുടെ ആട്ടയൊന്നും വെച്ചിട്ട് സീലൊന്നും ചെയ്യാറില്ല. നല്ല അടച്ചുറപ്പുള്ള മൂടി ഉണ്ടെങ്കിൽ നന്നായി ദം ചെയ്ത് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ലെയറായിട്ട് ഇതിലേക്ക് നമ്മുടെ ബീഫിൻ്റെ ഗ്രേവിയും കുറച്ച് ബീഫ് കഷ്ണങ്ങളാണ് ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് കറിയും ഒരു ഭാഗത്ത് റൈസും വെച്ച് കൊടുക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം അതുപോലെ ചെയ്തോളൂ. കുറച്ച് മസാലയോട് കൂടിയിട്ട് ആദ്യത്തെ ലെയർ ഇച്ചിരി ഇട്ടാൽ കുറച്ച് മതി. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയറായിട്ട് ചോറിട്ട് കൊടുക്കാം. ചോറ് ഞാനിതിലത്തെ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ ഗ്രാമ്പും ഏലക്കായും ഒക്കെ ചോറിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എപ്പോഴും അങ്ങനെ എടുത്ത് കളഞ്ഞോളൂ. അതിന് ശേഷം ചോറ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മൾ ബിരിയാണി കഴിക്കുന്ന നേരത്തെ ആയിരിക്കും ചിലപ്പോൾ ഏലക്കായ കടിക്കാനുള്ള ചാൻസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ബിരിയാണിയുടെ ടേസ്റ്റ് അങ്ങനെ നഷ്ടപ്പെടും. അതുകൊണ്ട് മാക്സിമം നമ്മൾ അതെടുത്ത് കളയാം. ഒന്ന് അമർത്തി കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് ഒരുക്കിയ നെയ്യ് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഫ്രൈ ചെയ്തിരിക്കുന്ന ഓണിയനാണ്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വെള്ളത്തിൽ കലക്കിയിട്ട്. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുമല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതുമല്ലെങ്കിൽ നമ്മുടെ കുങ്കുമപ്പൂവ് കുറച്ച് പാലിൽ മിക്സ് ചെയ്തതിന് ശേഷം അത് വേണമെങ്കിൽ തെളിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിർബന്ധമൊന്നുമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ഇപ്പോൾ റെഡ് കളർ വേണമെങ്കിൽ എക്സ്ട്രാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 കളർ വരുമല്ലോ. ഇതിൽ കൂടെ കുറച്ച് ഗരം മസാല അല്ലെങ്കിൽ നമ്മുടെ ബിരിയാണി മസാല ഒന്ന് തൂക്കി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കാം. അവസാനത്തെ ലെയറിൽ ഞാൻ ഇലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ദം ചെയ്തതിന് ശേഷം നമുക്ക് ഇലകളൊക്കെ ചേർത്തിട്ട് ശേഷം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ അവസാനത്തെ ലെയറിൽ ഇലകൾ ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിൽ എപ്പോഴും പറയാറുണ്ട്, അതിങ്ങനെ ദം ചെയ്ത് വരുമ്പോൾ ഒരു കറുത്ത കളറിലായിട്ട് മാറും. ഒരു ഭംഗി നഷ്ടപ്പെടുന്ന പോലെയാണ് എനിക്ക് തോന്നാറുള്ളത്. അതേപോലെ തന്നെ കുറച്ച് കളറ്. അപ്പോൾ നമുക്കിനി ഇത് ലോ ഫ്ലെയിമിലോട്ട് ഇടാം. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് 25 മിനിറ്റോളം ദം ചെയ്തെടുക്കണം. കാരണം നമ്മൾ ശതവൻ ചൂടായതിന് ശേഷം വേണം ഈ ഇതിലോട്ട് ചൂട് വരാൻ. അതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കും. അവനിലാണെങ്കിൽ 10 മിനിറ്റ് ആദ്യം പ്രീഹീറ്റ് ചെയ്യുക 180 ഡിഗ്രി സെൽഷ്യസിൽ. അതിനുശേഷം 20-25 മിനിറ്റോളം ദം ചെയ്തെടുക്കാനും അത് എളുപ്പമായിരിക്കും. ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ട് 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ബിരിയാണി ഓപ്പൺ ചെയ്യാം.
നല്ല സല്യൂട്ട് അടിച്ച് നിൽക്കുന്ന പോലെ അരിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇലയൊക്കെ എടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ദം ചെയ്യാൻ വെക്കുമ്പോൾ ഇല ഇടണ്ട, അപ്പോൾ കറുത്ത കളറായിട്ട് മാറും. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് മാത്രം വേണമെങ്കിൽ മതി കേട്ടോ. അതുപോലെ തന്നെ കുറച്ചും കൂടെ കിസ്മിസും സവാള ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിരിയാണി, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ദം ബിരിയാണി. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഫോട്ടോയിൽ എടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഫോട്ടോയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കിത് ഒരുമിച്ച് മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ലെയർ ആയിട്ട് തന്നെ സെർവ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് താല്പര്യം അതനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ബൗൾ എടുക്കുക, അതിലോട്ട് ഈ മേലത്തെ ഒട്ടും തന്നെ ഗ്രേവി ഇല്ലാത്ത ഭാഗം ആദ്യം തന്നെ ഒരു ലെയറായിട്ട് അതിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഗ്രേവി വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് നമുക്കൊരു ബൗളിൽ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ സെർവ് ചെയ്യില്ലേ, അതുപോലെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് ഭാഗം ഒരു ഹാഫ് പോർഷൻ മിക്സ് ചെയ്തിട്ടും വെക്കാം, ഹാഫ് പോർഷൻ അവിടെ മിക്സ് ചെയ്യാതെ ഇരിക്കട്ടെ. അപ്പോൾ എന്താണ് അവർക്ക് താല്പര്യം അതനുസരിച്ച് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ നമ്മുടെ വീട്ടിലത് കഴിക്കുകയുള്ളൂ, പിന്നെ നമുക്ക് നൈബറിനാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. ഞാനിതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്നത് ഒരു പൈനാപ്പിളിൻ്റെ പീസ്, അതുപോലെ തന്നെ പൈനാപ്പിൾ റൈത്ത, അതായത് നമ്മൾ സാധാരണ റൈത്ത ആയാലും മതി, അതുപോലെ തന്നെ സെർലാസ്, പിന്നെ ലെമൺ ഡേറ്റ്സ് പിക്കിള്, പിന്നെ ചമ്മന്തി. ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ബീഫ് കഴിക്കുന്ന എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. ഇവിടെ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കി ദം ചെയ്തു, കഴിപ്പ് തുടങ്ങി. അപ്പോൾ ഇവിടെ ബീഫ് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നു. ബീഫ് ബിരിയാണി ഇനി പഠിച്ചു വെക്കട്ടെ, ഈ നൈബറിന് കൊണ്ടു കൊടുക്കണം ബിരിയാണി. അപ്പോൾ ടാറ്റാ.